ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം ഭരണഘടനയുടെ ആമുഖം. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ഉത്തരം ഇൻഡിപെൻഡന്റ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം? ഉത്തരം 1947 ഓഗസ്റ്റ് 15. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം? ഉത്തരം 1985. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ്? ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേരെന്താണ്? ഉത്തരം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ സമ്മേളനം. ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം അമൂല്യമായ രത്നം. നെഹ്റുവിന്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട് ഏത്? ഉത്തരം തീൻമൂർത്തി ഭവൻ. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം? ഉത്തരം 1921. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? ഉത്തരം പുന്നമടക്കായൽ. നെഹ്റുവിന്റെ പത്നിയുടെ പേര്? ഉത്തരം കമല കൗൾ. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചതാര്? ഉത്തരം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. നെഹ്റു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഉത്തരം കനാൽ. ടൈം മാഗസിന്റെ കവർ പേജിൽ ചിത്രം അച്ചടിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏത്? ഉത്തരം കേംബ്രിഡ്ജിലെ ട്രിനിറ്റി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷനാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എത്ര വർഷം തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്? ഉത്തരം 17 വർഷം. ജവഹർലാൽ നെഹ്റുവിന്റെ തൂലികാനാമം? ഉത്തരം ചാണക്യൻ. തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി? ഉത്തരം ജവഹർലാൽ നെഹ്റു. അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം വി.കെ. കൃഷ്ണമേനോൻ. ജവഹർലാൽ നെഹ്റു പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അലഹബാദ്. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1964. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.